മഹാകുംഭമേള 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഹിന്ദു ഉത്സവമാണ് എന്നാണ് അറിയപ്പെടുന്നത്. കുംഭമേളകൾ ഓരോ 12 വർഷവും കൂടുമ്പോഴുണ്ടാവും. മഹാകുംഭമേള വല്ലപ്പോഴും വളരെ ആവർത്തിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ 1954 ഇതിനു മുമ്പ് മഹാകുംഭമേള നടന്നത്. 40 കോടി ആളുകളോളം 1.5 മാസത്തിനിടയിൽ അവിടെ വന്ന് ദർശനം നടത്തും. ഘട്ടിൽ കുളിക്കും. പ്രയാഗ്രാജ് എന്ന് പറയുന്ന അലഹാബാദിനടുത്തുള്ള അവിടെ വന്ന് കുളിക്കും, പുണ്യ സ്നാനം നടത്തും എന്നൊക്കെയാണ് നമ്മുടെ അതിൻ്റെ വിശ്വാസം. അതാണ് അതിൻ്റെ രീതി. പാലാഴി കടഞ്ഞ അമൃതെടുത്ത് ദേവന്മാർക്കും അസുരന്മാർക്കും പങ്കുവെച്ചപ്പോൾ അതിൽ അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാരെ അത് നേടിയതിൻ്റെ ഒരു ആഘോഷമാണിത് എന്നാണ് വിശ്വാസം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അമാവാസി കഴിഞ്ഞ് ആദ്യം ചന്ദ്രനെ കാണുന്ന ദിവസം. അപ്പോൾ ചന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇന്നലെ അതിഭീകരമായ തിരക്ക് അവിടെ ഉണ്ടാവുകയും ഒരു ബാരിക്കേഡ് പോകാൻ വേണ്ടി ഒരു ബാരിക്കേഡ് ഉണ്ടാക്കിയിരുന്നു. ആ ബാരിക്കേഡ് തകർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത്രയും വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ഒന്നൊന്നിനു മീതെ വീണ് സ്റ്റാമ്പീഡ് എന്ന് പറയുന്ന പോലെ ഒരാളുടെ മീതെ വീണ് അങ്ങനെ വീണ ആളുടെ മീതെ ബാക്കിയുള്ളവരൊക്കെ ചവിട്ടി അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തം ഇന്നലെ അവിടെ ഉണ്ടായി. ദുരന്തത്തിൻ്റെ മരണത്തിൻ്റെ കണക്കൊന്നും ഇതുവരെ കൃത്യമായി കിട്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ 15 പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് അറിവ് കിട്ടുന്നത്. ആദ്യം 10 ആയിരുന്നു, പിന്നെ അത് 15 ആയി. ഈ മരണം ഇത് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ ഈ സ്റ്റാമ്പീഡിൻ്റെ ഭാഗമായി ഈ ബാരിക്കേഡ് തകർന്നതിൻ്റെ ഫലമായി പുറത്തേക്ക് പോയിട്ടുള്ളത്. അവരാരെയൊക്കെ ചവിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. പല ദൃക്സാക്ഷികൾ ഇപ്പോൾ ലൈവ് ചാനലുകൾ പലതും കാണിക്കുന്നുണ്ട്. പക്ഷേ പലരും ഡോക്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറയാൻ അവർക്ക് പറ്റില്ല. അവരോട് മീഡിയയോട് സംസാരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പല ഡോക്ടർമാരും പേര് പറയാൻ പോലും തയ്യാറല്ല, വ്യക്തികൾ പോലും തയ്യാറല്ല. കാരണം ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങളുണ്ട്. എന്തായാലും ഒരു ദുരന്തം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരു സംശയവുമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, ശബരിമല പുല്ലുമേട് ദുരന്തം ഇതിനു മുമ്പ് നമുക്കുണ്ടായത്. ഒരു 100-ലധികം ആളുകളാണ് അന്ന് ആ പുല്ലുമേടിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ അതിനേക്കാൾ എത്രയോ മടങ്ങ് ജനങ്ങളുണ്ട്, എത്രയോ മടങ്ങ് തിരക്കുണ്ട്. ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ പുണ്യസ്നാനം നടത്തണമെന്ന ആവേശമുണ്ട്. അതിൻ്റെ പിന്നിലെ ക്യൂ പൊളിഞ്ഞു പോയാൽ ആളുകൾ ഈ അപകടം ഉണ്ടാവും, സാധാരണ ഉണ്ടാവും. അതിനുവേണ്ട വലിയ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ഉണ്ട്, പോലീസുകാർ ഇഷ്ടം പോലെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് പൂർണ്ണമായി ഒഴിവാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. 1954 അന്ന് ഇതുപോലെയുണ്ടായ ഒരു സ്റ്റാമ്പീഡിൽ 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിനു മുമ്പുണ്ടായ ഒരു മഹാദുരന്തം. ഇപ്പോൾ ഇത് എത്രത്തോളം പേരുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കതിൻ്റെ കണക്ക് കിട്ടും. ഒരുപാട് പേരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിനുവേണ്ട സുരക്ഷാ സന്നാഹങ്ങൾ എടുക്കുക എന്നത് നമ്മുടെ പ്രധാനമാണ്. ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി കുറേ പ്രാവശ്യം യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ വിളിച്ചു എന്നൊക്കെ പറയുന്നു. ഇന്നലെ നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സ്നാനം നടത്തുന്ന ചിത്രമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും മനുഷ്യൻ്റെ വിശ്വാസമൊക്കെ പ്രധാനം തന്നെയാണ്. അവിടെ പോയി കുളിക്കുക എന്നുള്ളത് പുണ്യമാണ്, ഒരുപക്ഷെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ് എന്നൊക്കെ നമുക്ക് കരുതാം. അതൊക്കെ പറയുമ്പോഴും മനുഷ്യൻ്റെ ജീവൻ അതിനേക്കാളൊക്കെ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങളില്ല എങ്കിൽ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്താതിരിക്കുക നല്ലത്. ഇപ്പോൾ ഹജ്ജിന് ഒക്കെ പോകുമ്പോൾ മുമ്പ് ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ളതിന് വളരെ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഇത്തവണ ശബരിമലയിൽ നമുക്ക് ഇത്ര ആളുകൾ വന്നിട്ടും വളരെ നിയന്ത്രിതമായി ശബരിമലയിൽ ആളുകളെ കാണിക്കാൻ കഴിഞ്ഞു. അത്ര ആളുകളല്ല കുംഭമേളയ്ക്ക് വരുന്നത് നമുക്കറിയാം. പക്ഷെ 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആ മഹാകുംഭമേളയിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ജനങ്ങളുടെ തിരക്ക് കൂടും, ജനങ്ങൾക്ക് ഇതിൽ താല്പര്യം വരും. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ലോകത്തിന് പുറത്തു കിട്ടണം. റിപ്പോർട്ടർമാർ പറയുന്നത് 1 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് കുംഭമേളയ്ക്ക് പോയവരുടെ ബന്ധുക്കൾ ആർത്തലച്ച് വിളിക്കുകയാണ് സ്വന്തം ആളുകളിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ ഓരോ വീട്ടുകാരുടെയും ഉള്ളിൽ എന്തൊക്കെ ആശങ്കയുണ്ടാവും എന്ന് നമുക്കറിയാം. അത് കൃത്യമായി വിവരമനുസരിച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരാതിരിക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ അതിനകത്തുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മൾ ദൈവികമാണ്, വിശ്വാസമാണെന്ന് പറയുമ്പോഴും അതിൽ സുതാര്യതയുണ്ട്, മനുഷ്യജീവൻ്റെ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് സുതാര്യമായി ഇത് കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയണം. വിശ്വാസമാണ് എന്നതുകൊണ്ട് സർക്കാർ എന്ത് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, വിശ്വാസം വലിയ തോതിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു കാലമായതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പുറത്ത് മനുഷ്യജീവന് കൊടുക്കാൻ പറ്റില്ല. അതിന് സംവിധാനങ്ങൾ
നന്നായി പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല അതിൻ്റെ വിവരങ്ങൾ സുതാര്യമായി ജനങ്ങൾക്ക് കിട്ടുകയും വേണം.